കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് ഈ ഭാവം കണ്ടപ്പോഴേ മനസ്സിലായി. സോ പ്ലീസ് കം വിത്ത് us. എങ്ങോട്ട്? ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു സ്റ്റാറാണ് ഞാൻ. എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചാവാം, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വെച്ച്. സമ്മതിച്ചു, ഒരുപാട് ആരാധകരുണ്ട് തനിക്ക്. പക്ഷേ ഇപ്പൊ എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഈ കൂടി നിൽക്കുന്ന തന്റെ സഹപ്രവർത്തകരെല്ലാവരും എന്റെ ആരാധകരായി മാറും. കാണണോ? ഞാൻ വരാം. സത്യം തുറന്നു പറയുന്നതാ രണ്ടുപേർക്കും നല്ലത്. സഞ്ജനയുടെ സിനിമാ ജീവിതം അവസാനിപ്പിക്കാൻ നിങ്ങൾ മെനഞ്ഞെടുത്ത ക്രിക്കറ്റ് പ്ലേയുടെ ക്ലൈമാക്സ് ആയിരുന്നില്ലേ ഈ മർഡർ? ഞാൻ എന്തിനാ അതൊക്കെ ചെയ്യണം? ചില്ലറ വീക്ക്നെസ്സുകളൊക്കെ എനിക്കുണ്ട്, സമ്മതിച്ചു. അതല്ലാതെ ആ വീക്ക്നെസ് നിങ്ങൾ സഞ്ജനയോട് എടുത്തു. അവൾ വഴങ്ങാതിരുന്നപ്പോ വാശിയായി. എങ്ങനെ മുട്ടുകുത്തിക്കണമെന്ന വാശി. ഇയാളുടെ വാരികയിൽ സഞ്ജനയെക്കുറിച്ച് നിരന്തരം ഗോസിപ്പുകൾ എഴുതിപ്പിച്ചു നിങ്ങൾ. എന്റെ മാഡം, ഇതൊക്കെ തെറ്റിദ്ധാരണകളാ. ഒരു ഫിലിം സ്റ്റാർ എന്ന നിലയിൽ ഒരുപാട് പെണ്ണുങ്ങൾ മോഹിക്കുന്നുണ്ട് എന്നെ. അതുപോലെ സഞ്ജനയെ മോഹിച്ചു കാണും, മറ്റു പെണ്ണുങ്ങൾ മോഹിച്ചിട്ടുണ്ടാവാം. ഈ ചോദ്യം ചെയ്യൽ നാടകം കഴിഞ്ഞ് ഞാനങ്ങ് പോയി കഴിയുമ്പോ മാഡത്തിന് തോന്നാവുന്നതേ ഉള്ളൂ ആ മോഹം. നിന്റെ ആ വൃത്തിയിട്ട മോഹം നടക്കില്ലെന്ന് ബോധ്യമായ സമയത്താണ് ഫോട്ടോയുമായി വിമൽ എത്തിയത്. 10 ലക്ഷം രൂപ അയാൾക്ക് നൽകി ഫോട്ടോസ് സ്വന്തമാക്കാൻ നീ തീരുമാനിച്ചു. പക്ഷേ ആ 10 ലക്ഷം രൂപ കയ്യിൽ വെച്ച് വിമലിനെ വകവരുത്താനായിരുന്നു ജനാർദ്ദനന്റെ പദ്ധതി. ഇല്ല, ഞാൻ ആരും കൊന്നിട്ടില്ല. കൃത്യം നടന്ന രാത്രി പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നതിന് മുമ്പ് താൻ ഇയാളെയാണ് ഫോൺ ചെയ്തത്, കിരണിനെ. ഞാൻ എന്റെ വൈഫിനെയാ വിളിച്ചത്. ഓ, മിസ്സസ് ലളിതാബായ്, പറഞ്ഞോളൂ, അന്ന് രാത്രി എന്താ ഉണ്ടായത്? സംഭവം നടന്ന രാത്രി കിരൺ സർ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഫോട്ടോയുമായി ജനേട്ടൻ തിരിച്ചു വന്നിട്ടേ മടങ്ങി പോകുന്നുള്ളൂ എന്നും പറഞ്ഞ് ഒന്നും മയങ്ങാൻ കിടന്നതായിരുന്നു അദ്ദേഹം. ആരാ നോക്ക്? ഹലോ, ഞാനാ. നീ ഫോൺ കിരൺ സാറിന് കൊടുക്ക്. ആ, ജനേട്ടനാ. ഹലോ. മതിയടോ, അത് മതി. ആ ഫോട്ടോസ് കിട്ടിയില്ലെങ്കിൽ എന്താ? താൻ ഇപ്പൊ തന്നെ വിവരം പോലീസിൽ അറിയിക്കണം, എന്നിട്ട് എന്നെ തിരിച്ചു വിളിക്കണം. സഞ്ജന ആ ചെറുക്കനെ കൊന്ന് ഫോട്ടോയുമായി കടന്നു കളഞ്ഞെന്ന് പോലീസിൽ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് നോക്കിക്കോളും ബാക്കി കാര്യങ്ങള്. അന്വേഷണം സഞ്ജനയിലെത്താൻ വേണ്ട മരുന്ന് നമ്മൾ ഇടക്കിട്ടോണ്ടിരുന്നാ മതി. ഓക്കേ, താൻ പെട്ടെന്ന് വാ, എന്നിട്ട് ലളിതാബായെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇനി പോണോ? പോണം. പിന്നെ ആ 10 ലക്ഷം ചെലവാകാത്ത സ്ഥിതിക്ക് അത് ബായി തന്നെ വെച്ചു. കുറെ കടങ്ങളുണ്ടെന്ന് ജനാർദ്ദനൻ പറഞ്ഞിരുന്നേ. ആ പണം കൊണ്ടാ ഞങ്ങള് പണയത്തിലായിരുന്ന ഫ്രെയിം ന്യൂസിന്റെ ആധാരം തിരികെ എടുത്തത്. എന്താ ഇനി നിഷേധിക്കുന്നോ രണ്ടുപേരും? ഞാനൊന്നും നിഷേധിക്കുന്നില്ല. എന്നാലും കൊന്നത് ഞാനല്ല. പിന്നെ സംഭവം നടന്ന ദിവസം രാത്രി ഇത്രയും പണവുമായി ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞ് കിരൺ സാർ ഒരാൾ എന്റെ ഒപ്പം അയച്ചിരുന്നു, എന്റെ സ്റ്റാഫ് ചന്ദ്രനെ. ഞങ്ങൾ ഒരുമിച്ച അന്ന് അവിടെ ചെന്നത്. വേണ്ട, ഇനി വിളക്കട്ട. വാ വാ വാ. ഞാനാ. നീ ഫോൺ കിരൺ സാറിന് കൊടുക്ക്. കണ്ടോ സാറേ, ഒരുപാട് കാശ് നമുക്ക് വീതിച്ചെടുക്കാം. വേണ്ട, അത് അപകടമാണ്. സാറിന് വേണ്ട, വേണ്ട, എനിക്ക് വേണം, ഞാൻ എടുക്കുക. ഈ മൊബൈൽ അവിടെ കിടന്ന അപകട. സാറിന്റെ നമ്പർ കാണുന്നില്ല. ശരി ശരി, നീ പെട്ടെന്ന് കേറ്, നമുക്ക് പോകാം. സത്യമായിട്ട് ഇതാ സംഭവിച്ചത്. കൂടുതലൊന്നും എനിക്കറിയില്ല. ചന്ദ്രനുമായി കിരൺ എന്താ ബന്ധം? കിരൺ സാറിന്റെ ഫാൻസ് അസോസിയേഷന്റെ ട്രഷറർ അയാള്. കിരൺ സാർ പറഞ്ഞിട്ടായിരുന്നു അയാൾ സഞ്ജനയുടെ ഫോട്ടോ ഇന്റർനെറ്റിലാക്കിയത്. ഈ കാര്യങ്ങളെല്ലാം സത്യനാഥൻ സാറ് എന്നെ ഇടിച്ചു പറയിച്ചതാ. കണ്ടില്ലേ മേഡം എന്റെ ബാഡി ഇരിക്കുന്നത്? എന്റെ മോളെ, അവൻ പഴനിക്ക് പോയിരിക്കുക. ഇന്നേക്ക് 4 ദിവസമായി അവൻ പോയിട്ട്. ചന്ദ്രനെ സത്യൻ വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയെന്നാ അയാളുടെ ഭാര്യ പറഞ്ഞത്. ഫസ്റ്റ് ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്തവന് ഇനി ആണുങ്ങളെ കൊണ്ടുവരാൻ പോണത്. സത്യൻ വരുമ്പോ പറയണം നന്ദിനി വർമ്മ അന്വേഷിച്ചു വന്നിട്ട് പോയെന്ന്.
ഹരഹരോ ഹരഹര. ഉദ്ദേശിച്ച കാര്യം നടക്കാൻ വേണ്ടി പളനി ആണ്ടവന്റെ അടുത്ത് പോയി ഒന്ന് കാവടിയാടി. ശൂല്യം കുത്തിയില്ലടാ മോനെ. അത് കാര്യം നടന്നു കഴിഞ്ഞിട്ട് അമ്മേ. ആ മേഡം പ്രസാദം. നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചന്ദ്രനെ തേടി വന്നതാ ഞാൻ. ഒളിപ്പിച്ചു വെച്ചെന്നോ? മേഡം എന്തൊക്കെയാ പറയുന്നത്? എന്തെങ്കിലും ഒരു ബ്ലാക്ക് മാജിക് നടത്തി ഈ കേസ് തെളിയിക്കണമെന്ന് പളനി മുരുകനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാ ഞാൻ. അഭിനയം വേണ്ട, പറ, ചന്ദ്രൻ എവിടെ? ചന്ദ്രൻ ജാമ്യമില്ല വാറണ്ട്. സി സത്യനാഥനെ അറസ്റ്റ് ചെയ്യാൻ. അയ്യോ മോനെ. പ്രൈം ന്യൂസ് പത്രാധിപർ ജനാർദ്ദനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് കുറ്റം. കഴിഞ്ഞ 4 ദിവസമായി നിന്നെ അന്വേഷിച്ചടക്കം ഞങ്ങള്. ഞാൻ വന്നോളാം. അതെന്തോ ഇടപാടാ? ലീവിലിരിക്കുന്ന പോലീസുകാരന് വേണ്ടി നിയമം മാറ്റി എഴുതാൻ പറ്റുമോ? അല്ലേലേ നിനക്ക് ചീത്തപ്പരാ. നടക്കടാ. കൈയെടുക്കടേ, ഇല്ലെങ്കിൽ എടുപ്പിക്കും. ഞാൻ വരാം. കാരണം നീ ഇട്ടിരിക്കുന്ന കാക്കിക്കും നിന്റെ കയ്യിലിരിക്കുന്ന കോടതി ഉത്തരവിനും എന്റെ മനസ്സിലൊരു വിലയുണ്ട്. കേസ് എത്രയൊക്കെ വളച്ചൊടിച്ച് നീ നേടിയതായാലും ആ ഉത്തരവിട്ട നീതിപീഠത്തോട് എനിക്കൊരു ബഹുമാനമുണ്ട്. അതുകൊണ്ട് ഞാൻ വരാം. നടക്ക്. എന്നാ വാ. മോനെ. അയ്യോ. പുറകിൽ. അയ്യോ എന്റെ മോൻ. മോളെ. നിന്നെ തല്ലിയ സംവരണക്കാര് കൂട്ടത്തോടെ ഉണ്ടാക്കുന്നല്ലേ നീ വാചോടിച്ചത്? എന്നിട്ട് എവിടെ? എവിടെന്ന് മറുപടി പറയടാ. നിന്റെ സ്റ്റേഷനിൽ നീ പെരുമാറുന്ന ലോക്കപ്പിൽ നിന്നെ എങ്ങനെയിട്ട് പൊരിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നടാ. അത് സാധിച്ചു. ഇങ്ങനെ കെട്ടിയിട്ട് തല്ലാൻ ഏത് മുകുന്ദം പോലീസിന് കഴിയും? ഈ വലങ്കൊന്നഴി അപ്പ പഠിപ്പിച്ചേരാൻ പണി അറിയാവുന്ന പോലീസുകാരന്റെ പണി. അനങ്ങാൻ വയ്യാണ്ടായിട്ടും ശൗര്യം തീർന്നില്ല അല്ലടാ. സകറിയ അയച്ചോടവനെ. എന്താ ഉണ്ടാക്കുന്നതെന്ന് കാണട്ടെ. ആദ്യം കണ്ട അന്ന് തുടങ്ങിയതാ നിന്റെ ഈ സംവരണക്കാരെന്നുള്ള വിളി. നിന്റെ ശരീരത്തിലോടുന്ന അതേ ചോര തന്നെയാടാ ഇവിടുത്തെ പൊലയിന്റെയും പറയിന്റെയും കുറവിന്റെയും ദേഹത്തിലോടുന്നത്. അവർക്കില്ലാത്ത ഒരു എക്സ്ട്രാ ഫിറ്റിസും നിന്റെ 5-10 ബോഡിയിലില്ല. ഹരി എന്ന ദൈവമെന്നും ഹരിജനം എന്ന ദൈവത്തിന്റെ മക്കളെന്നും പറഞ്ഞ ആ വലിയ മഹാത്മാവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാ. നിനക്കിരിക്കുന്ന ഈ സംവരണക്കാരന്റെ ഒരു സമ്മാനം. ലീവിലല്ലേ? ഇന്ന് ജോയിൻ ചെയ്തു. പത്രത്തിലുണ്ടായല്ലോ, വായിച്ചില്ലേ? ഹലോ, ഇൻസ്പെക്ടർ ബൽറാം സ്പീക്കിംഗ്. മുത്തേ, ഹലോ. പിന്നെ എന്തുണ്ട് വിശേഷം? ആ മാറിക്കളോട് ഒന്നും പറയണ്ട. ഇവിടെ ഭയങ്കര ഇടി മഴയാ. അല്ല ഇടിവെട്ടും മഴയാ. അവിടെ എങ്ങനെ ഇടിയുണ്ടോ? അല്ല ഇടിവെട്ടും മഴയുണ്ടോ? മുത്തേ, ഞാൻ വന്നിരുന്നു. പക്ഷെ മതിലിന് പൊക്കം കൂടുതൽ കാരണം എനിക്ക് ചാടാൻ പറ്റില്ല. കാരണം എനിക്ക് പൊക്കം കുറവല്ലേ. അല്ലേ സത്യസാറ് വയലന്റ് ആയെന്ന് DSP വിളിച്ചു പറയണം. ആരാ ഫോണിൽ തന്നെ? എടോ, അതറിയാവുന്നതുകൊണ്ടാ ഈ സംഭാഷണം നിർത്താത്തത്. എടോ, കിട്ടേണ്ടവന് കിട്ടിക്കഴിഞ്ഞാലേ ഈ ഫോൺ കട്ടാവൂ. കേട്ടല്ലോ? പോലീസ് പൊട്ടനില്ലെന്ന് ആരാ പറഞ്ഞത്? ഇനി ഇടി കൊടുത്തിട്ട് അല്ല കണ്ടിട്ട് വരാം. സത്യം സാർ നല്ല ബെസ്റ്റ് ഇടിയാണല്ലേ. എടുക്കട്ടെ 2 എണ്ണം.
ഐ ആം സല്യൂട്ടിംഗ് സാർ. എന്നെ കൊന്നേ. Stop it! കാര്യം നമുക്ക് ഇയാളെ ഇഷ്ടമല്ല എന്ന് വെച്ച് ഇവിടെ കിടന്നവൻ ചത്തുപോയാ പിന്നെ നമ്മൾ സമാധാനം പറയേണ്ടി വരും. സാർ ഇവൻ ഒരു കുഴപ്പമില്ല, ഇതെല്ലാം അവന്റെ അഭിനയ. കൂടുതൽ ആകിയൊന്നും വേണ്ട, മതി. That's all. സത്യം സാറേ, സത്യം സാറേ, ശരീരം മൊത്തം പഞ്ഞിക്കിട്ട് പോലെ ആയിക്കളഞ്ഞല്ല. പതുക്കെ പതുക്കെ എനിക്ക്. സാറ് വന്നില്ലായിരുന്നെങ്കിൽ ഈ കുന്തൻ സാർ, മുകുന്ദൻ സാർ എന്നെ എനിക്ക് നിന്നോട് സഹതാപമൊന്നുമില്ല. കയ്യിലിരിപ്പിന്റെ ഗുണമാണ് കിട്ടിയത്. പിന്നെ ഇനി സർവീസ് തിരിച്ചു തരാന്ന് വ്യാമോഹമൊന്നും വേണ്ട. വധശ്രമ കുറ്റം. അഭിനയം കലക്കിയിട്ടുണ്ട്. താങ്ക് യു. എന്നിട്ട് എന്ത് ഈ അവാർഡ് കിട്ടാത്തത്? ഞാനൊരു സോഡ വാങ്ങിച്ചോണ്ട് വരാട്ടോ. എനിക്കകത്തോട്ട് വരാമോ സാറന്മാരെ? യെസ്. സാർ ഇയാളാ സത്യനെതിരെ പരാതി തന്നത്. ഒരബദ്ധം പറ്റിയതായിരുന്നു ആ പരാതി. ഞാനത് പിൻവലിക്കാൻ വന്നതാ. പിൻവലിക്കാനോ? അതെ സാറേ, കേസും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ നിങ്ങൾക്ക് തോന്നുമ്പോ കേസ് കൊടുക്കാനും പിൻവലിക്കാനും പോലീസ് എന്താ നിങ്ങളുടെ കളിപ്പിള്ളയോ? എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കേസ് പിൻവലിക്കണം. ഞാൻ വെറുതെ തന്ന പരാതിയാ. എന്നെ ആരും തല്ലിയിട്ടുമില്ല. പിന്നെ തന്റെ ദേഹത്ത് കാണുന്ന ഈ പരിക്കിളൊക്കെ അങ്ങനെ പറ്റിയാടോ? അത് ഞാൻ ബാത്റൂമിലൊന്ന് തെന്നി വീണതാ. സാർ ഇത് വാങ്ങിയില്ല. അങ്ങോട്ട് വിട്. ഓ, തുറന്ന് വിടുറോ അയാളെ. സാർ, ഹലോ. വീട്ടിൽ പോയി ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കുന്നത് നല്ലതാ. സത്യൻ, ഞാനാ ഇയാളെ കൊണ്ട് കേസ് പിൻവലിപ്പിച്ചത്. താങ്ക്സ്. നിനക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ലേ? ഇല്ല, ഞാൻ പിന്നെ ലീവ് എടുത്തു. ദാ, ഇത് ഒറ്റ വലിക്കാൻ കുടിച്ചോ. എന്തത്? പെരുങ്കായം കലക്കിയത്. എന്തുട്ടാ നോക്കണേ? നിന്റെ അച്ഛന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം തന്നെ ഇതായിരുന്നു. പിടിച്ചേ. അതെന്താ അമ്മേ? സത്യം സാറിന്റെ അച്ഛന് സ്ഥിരമായിട്ട് ഇടികൊള്ളാണ് ജോലി. നീ മിണ്ടരുത് കരിമ്പൂച്ചെ. നീ ഒറ്റ ഒരുത്തിനെ എന്റെ മോനെ കൊണ്ടുവരുന്ന വഷളാക്കിയത്. ഓ, സത്യനല്ലേ? ഉണ്ട്, വരൂ വരൂ. ഡാ, എടുക്കാനല്ലേ എവിടെ ഇടാനാ? ഇരിക്കൂ. സത്യനെ കുറിച്ച് തരകൻ സാർ എന്നോടെല്ലാം പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ സത്യനെ കരിവാരി തേക്കാനും തരം താഴ്ത്താനുമായി ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്ന്. അമ്മ വീട്ടിലൊരു അതിഥി വന്നിട്ട് നോക്കിയേക്കാ. നല്ലൊരു ചായ ഇട്ടിട്ട് വന്നേ. ഞാനത് മറന്നു. ചന്ദ്രൻ എന്റെ കസ്റ്റഡിയിലുണ്ട്. പക്ഷെ മാഡം വിചാരിച്ചതുപോലെ CBI തോൽപ്പിക്കാൻ വേണ്ടി അവനെ ഒളിപ്പിച്ചതല്ല ഞാൻ. കിരൺ കൊല്ലാനയച്ച ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ചതാ ഞാൻ അയാളെ. പക്ഷെ അയാൾക്ക് അത് ഇപ്പോഴും വിശ്വാസമില്ല. കിരൺ കാണപ്പെട്ട ദൈവം അയാൾക്ക് ഇപ്പോഴും. നാളെ തന്നെ ഞാൻ അയാളെ മാഡത്തിന് മുമ്പിൽ ഹാജരാക്കാം. ഐ ഹാവ് ഇനഫ് എവിഡൻസസ് അഗൈൻസ്റ്റ് യു. സോ ടെൽ മീ, അന്ന് രാത്രി എന്താ സംഭവിച്ചത്? ജനാർദ്ദനൻ സാറും ഞാനും കൂടി അവിടെ ചെന്നപ്പോ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആ ചെറുപ്പക്കാരനെയായിരുന്നു. അത് കണ്ട ഉടനെ സാറ് പുറത്തേക്ക് ഓടി. പക്ഷേ ഞാൻ കൊല്ലണമെന്ന് ഉദ്ദേശിച്ച് ചെയ്തതല്ല ഞാൻ. പക്ഷെ സംഭവിച്ചു പോയി. ഇതൊക്കെ ഞാൻ നേരത്തെ സത്യൻ സാറിനോട് പറഞ്ഞതാ. എന്നിട്ട് എന്നെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു സാർ. സോ ദ കർട്ടൻ ഫാൾസ് ഓവർ ദ മിസ്റ്ററി. ശരത്, നാളെ തന്നെ പത്രസമ്മേളനം നടത്താനുള്ള ഏർപ്പാട് ചെയ്യണം. സാർ, ചന്ദ്രൻ കുറ്റം സംബന്ധിച്ചെങ്കിലും യഥാർത്ഥ പ്രതി അയാളല്ല. 24 മണിക്കൂർ കൂടി സമയം തന്നാൽ സത്യം തെളിയിക്കാൻ പറ്റും സാർ. നിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലാതെ CBIക്ക് വിട്ട കേസായത്. എന്നിട്ട് കേസ് തെളിയിച്ചതിന്റെ പകുതി ക്രെഡിറ്റും കേരള പോലീസിന് നൽകാൻ തയ്യാറായിട്ടാ നാളെ നമ്മളും CBIയും ചേർന്ന് ഒരു പ്രസ് മീറ്റ് വെച്ചിരിക്കുന്നത്. ശരിയാ, സമ്മതിച്ചു. മുമ്പൊരിക്കൽ ഞാൻ ഈ കേസ് തെളിയിക്കാൻ 7 ദിവസം ആവശ്യപ്പെട്ടതാ സാറിനോട്.
ഇപ്പൊ ഒരു ദിവസം, ഒരേ ഒരു ദിവസം അതെനിക്ക്. സാറ് പറഞ്ഞാൽ നന്ദിനി വർമ്മ തയ്യാറാകും. ഇല്ല, ഞാൻ പറയില്ല. CBIയുടെ അധികാരപരിധിയിൽ കടക്കാനാണ് നിന്റെ ശ്രമമെങ്കിൽ ഞാൻ അതിന് കൂട്ടുനിൽക്കില്ല. ഈ അധികാരപരിധിയും കൈകടത്തിലും പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. കീഴുദ്യോഗസ്ഥൻ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് പിന്നെ മേലുദ്യോഗസ്ഥന്റെ അധികാരപരിധിയിൽ കൈകടത്തലായി. പിന്നെ അവൻ എങ്ങനെ ഒതുക്കാന്ന ഗവേഷണം. പണി അറിയാവുന്നവനും ബുദ്ധിയുള്ളവനൊക്കെ കറുത്ത പൂച്ച വെളുത്ത പൂച്ച എന്ന് പറഞ്ഞ് മൂന്നാറിൽ ഹൈവേ പോലീസിലിട്ടൊക്കെ തട്ടി കളിക്കുന്നോണ്ടൊക്കെ തന്നെയാ ഈ കേരള പോലീസ് നന്നാവാത്തത്. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, പ്രസ് കോൺഫറൻസ് നടക്കുന്ന പരിസരത്ത് പോലും നിന്നെ കണ്ടുപോകരുത്. അഥവാ കണ്ടാൽ നിന്നെ ഡിസ്മിസ് ചെയ്യുന്നത് ഈ ഞാനായിരിക്കും. സാറ് പറഞ്ഞിട്ടുള്ളതൊക്കെ അനുസരിച്ചിട്ടുള്ളവനാണ് ഞാൻ. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് സാറിന് ധിക്കരിക്കേണ്ടി വരും. പ്രസ് കോൺഫറൻസിന് ഇനി 12 മണിക്കൂർ. കുറ്റവാളി ശിക്ഷിക്കപ്പെടണമെന്ന് ദൈവത്തിന്റെ കോടതിയിൽ വിധി ഉണ്ടെങ്കിൽ, അഥവാ എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ സാറ് നേരത്തെ പറഞ്ഞ ഡിസ്മിസിലൊന്നും വേണ്ട. സർക്കിൾ ഇൻസ്പെക്ടർ സത്യനാഥൻ പിന്നെ കേരള പോലീസിൽ ഉണ്ടാവില്ല. ഗുഡ് നൈറ്റ് സാർ. തികച്ചും അപൂർവമായ ഒരു മുഹൂർത്തത്തിലാണ് നാം ഇന്നിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ഏറെ സെൻസേഷൻ ഉണ്ടാക്കിയ വിമൽ റോയ് വധക്കേസ് അതിന്റെ പരിസമാപ്തിയിൽ എത്തുന്നു എന്നത് മാത്രമല്ല അതിന്റെ കാരണം. കേരള പോലീസും CBIയും പരസ്പരം കൈകോർത്ത് പിടിച്ചിട്ടാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത് എന്നതാണ്. കൂടുതൽ വിവരങ്ങൾ CBI ഓഫീസർ നന്ദിനി വർമ്മ തന്നെ പറയട്ടെ. താങ്ക് യു സർ. പ്രതികളിൽ ഒരാളായ സഞ്ജനയെ കേരള പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. കേരള പോലീസിന്റെ നിഗമനങ്ങളെ പിന്തുടർന്നു തന്നെയാണ് ഞാൻ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയത്. തുടക്കത്തിൽ ഈ കേസ് അന്വേഷിച്ച സത്യനാഥനെയും ഞാനിവിടെ പ്രതീക്ഷിച്ചെങ്കിലും വാം വെൽക്കം മിസ്റ്റർ സത്യനാഥൻ. മാഡം, ഈ പ്രസ് മീറ്റിംഗ് ഒന്ന് നിർത്തിവെക്കണം. നിർത്തിവെക്കാനോ? എന്തിന്? ഈ കേസ് സംബന്ധമായ ചില കാര്യങ്ങൾ എനിക്ക് മാഡത്തോട് സംസാരിക്കാനുണ്ട്. ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ ഇന്നലെ വാൺ ചെയ്തതാ. ഇല്ലാ കഥകളും പറഞ്ഞ് ഷൈൻ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. പ്ലീസ് കിറ്റ് ദ പ്ലേസ്. ഷൈൻ ചെയ്യാനായിരുന്നെങ്കിൽ ഈ പത്രസമ്മേളനം ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് സാറിനോടും മാഡത്തിനോട് റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്ക്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹാൾ ബുക്ക് ചെയ്ത് എനിക്ക് നടത്താമായിരുന്നു ഇതുപോലൊരു പത്രസമ്മേളനം. ഈ വൈകിയ വേളയിലെങ്കിലും എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇതെന്റെ രാജിക്കത്ത. ഇത് സ്വീകരിക്കാം സാർ. വേണ്ട സർ. സത്യനാഥിന് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ അയാൾ പറയട്ടെ. മാഡം, ഈ പ്രസ് മീറ്റ് നോ പ്രോബ്ലം. എന്തായാലും നിങ്ങൾക്ക് പറയാനുള്ളതും ഈ കേസ് സംബന്ധിച്ച കാര്യമാണല്ലോ. മീഡിയയും അറിയട്ടെ അത്. ഇനി യാതൊരു കഴമ്പുമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ലോകം മുഴുവൻ ലൈവായി കാണട്ടെ. നിങ്ങൾ കേരള പോലീസിന്റെ കഴിവുകേട്. താങ്ക് യു മാഡം. പൂർവ്വകാമുകനെ സഞ്ജന കുത്തിവീഴ്ത്തിയത് ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധി സംരക്ഷിക്കാനൊന്നും ആയിരുന്നില്ല. വെള്ളിത്തിരയ്ക്ക് പിന്നിലെ ഗ്ലാമറും പ്രശസ്തിയും നിലനിർത്താനായിരുന്നു. ശരിയല്ലേ? കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളരെയെല്ലാം AC സൂട്ടിലെ തണുപ്പിൽ കമ്പിളിയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന മലയാളത്തിന്റെ സ്വന്തം യുവതാരം കിരൺ സഞ്ജനയുടെ മാനത്തിന് 10 ലക്ഷം രൂപ വിലയിട്ട് വന്ന് വിമലിനെ കൊന്ന് അവളുടെ സിനിമാ ഭാവി ഇല്ലാതാക്കണമെന്ന് ഇയാൾക്ക് തോന്നിയിരിക്കാം. സ്വന്തം നേട്ടങ്ങൾക്കായി ഭാര്യയെയും പെങ്ങളെയും അമ്മയെയും വരെ കൂട്ടിക്കൊടുത്തിട്ട് കിരണന്റെ സകല അവയവവും കഴുകി വെള്ളം കുടിക്കാൻ മടിയില്ലാത്ത ഈ ജനാർദ്ദനും ചെയ്തിട്ടുണ്ടാവാം ഈ മർഡർ. ഒട്ടും പ്രതീക്ഷിക്കാതെ 10 ലക്ഷം രൂപ മുന്നിൽ വന്ന് വീണതോടെ കൺട്രോൾ പോയ ഈ ചന്ദ്രനുമാവാം കൊലയാളി. മാഡത്തിന്റെ കണ്ടെത്തലുകളും തെറ്റില്ല, എല്ലാം ശരി തന്നെ. പക്ഷേ വിമലിന്റെ തല ഭിത്തിലൂടെ പോകുന്ന പൈപ്പിൽ ഇടിച്ചു എന്ന് ചന്ദ്രൻ സമ്മതിച്ച ഉടനെ അയാളെ പ്രതിയാക്കി കേസ് ക്ലോസ് ചെയ്യാൻ കേരള പോലീസിനും ആഭ്യന്തരമന്ത്രിയും കൂട്ടുപിടിച്ച് ഇങ്ങനൊരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടുന്നതിന് മുമ്പ് മാഡം ചെറിയൊരു പോയിന്റ് ശ്രദ്ധിക്കണമായിരുന്നു. ആ പൈപ്പിൽ നിന്ന് 3 അടി, കൃത്യമായി പറഞ്ഞാൽ 3 അടി 2 ഇഞ്ച് മാറിയായിരുന്നു ഡെഡ് ബോഡി കടന്നിരുന്നത്. അന്നത്തെ ഫോട്ടോസ് പരിശോധിച്ചാൽ മനസ്സിലാവാത്. ഓ, ഇതായിരുന്നോ വലിയ കണ്ടുപിടുത്തം?
എനിക്ക് നിങ്ങളോട് സഹതാപം തോന്നുന്നു മിസ്റ്റർ സത്യനാഥൻ. പൈപ്പിലിടിച്ച് വീണ വിമൽ മരണവെപ്രാളത്തിൽ പിടഞ്ഞിരിക്കാം. അയാൾ വീണെടുത്തു നിന്നും ഉരുണ്ട് നീങ്ങിയതാവാം ഈ പറഞ്ഞ 3 അടി 2 ഇഞ്ച് ദൂരം. ഓക്കെ, സമ്മതിച്ചു. അങ്ങനെ ആവാം. പൈപ്പിലിടിച്ച് ഇടിയാണ് മരണകാരണമെങ്കിൽ അയാൾ വീണെടുത്ത് മുഴുവൻ ചോരപ്പാടുകൾ കാണേണ്ടതായിരുന്നു. എങ്ങനെയും പണവുമായി രക്ഷപ്പെടാൻ ഉദ്ദേശിച്ച ചന്ദ്രനിടിച്ച ഇടി ഒരാളുടെ തലയൊട്ടി പിളർക്കാനും മാത്രം മാരകമാവില്ല മാഡം. അത്ര ഫോഴ്സിലാണ് ഇടിച്ചെങ്കിൽ തന്നെ തുരുമ്പ് പിടിച്ച ആ പൈപ്പ് തകർന്ന് തരിപ്പണമായി പോയി തന്നെ. എന്താ മാഡം, ഇപ്പോഴും എന്നോട് സഹതാപം തോന്നുന്നുണ്ടോ? ചന്ദ്രനെ നേരത്തെ എന്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട് ഇയാളുടെ മൊഴിയിലെ പ്രശ്നങ്ങൾ എനിക്ക് ബോധ്യമായിരുന്നു. പക്ഷേ ഈ ചന്ദ്രനിലേക്ക് എത്താൻ CBI-ക്കാർ ലളിതയും കിരണും വഴി ചുറ്റിത്തിരിയുമ്പോൾ മറ്റൊരു കൊലയാളിയുടെ സാന്നിധ്യം ഈ കേസിലുണ്ടെന്ന് തോന്നിയ ഞാൻ വിമൽ റോയ് എന്ന ക്രിമിനലിന്റെ ഗിരണ്ട ഭൂതകാലത്തിലൂടെ ഒന്ന് സഞ്ചരിക്കുകയായിരുന്നു. പളനിയിലേക്ക് ഇന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് ഗോവയ്ക്ക് നടത്തിയ യാത്രയിലാണ് ഞാൻ വേറൊരു കഥ അറിയുന്നത്. ഒരു 15 വയസ്സുകാരി പെൺകുട്ടിയുടെ കഥ. ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട അവൾക്ക് എല്ലാം അച്ഛനായിരുന്നു. സഞ്ജനയുടെ അനുഭവം വിമലിൽ നിന്നും അവൾക്കുമുണ്ടായി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് താങ്ങാൻ പറ്റാത്തതായിരുന്നു അത്. പരീക്ഷ ഹാളിൽ നിന്ന് മാനസിക നില തെറ്റി നിലവിളിച്ചു കൊണ്ടോടിയ ആ പെൺകുട്ടിയുടെ ചിത്രം മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ലെന്ന ഗോവയിൽ അവൾ അധ്യാപകർ എന്നോട് പറഞ്ഞത്. കാരണം എല്ലാ ക്ലാസ്സിലും അവളായിരുന്നു അവരുടെ റാങ്ക് ഹോൾഡർ. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ പറയട്ടെ മാഡം, കൊല ചെയ്തത് ആരായാലും വിമൽ കൊല്ലപ്പെട്ട രാത്രി പരിഭ്രാന്തിയോടെ ഹൈവേയിലെത്തിയ അയാൾ ചരക്കിറക്കി മടങ്ങിയ ഒരു ലോറിയിൽ കയറി കോയമ്പത്തൂരിൽ ഇറങ്ങി. വൈകിട്ടത്തെ തമിഴ് പത്രത്തിലും പിറ്റേന്നത്തെ പാലക്കാട് എഡിച്ച മലയാള പത്രങ്ങളിലും വിമലിന്റെ മരണവാർത്ത കാണാതെ വിമൽ മരിച്ചിട്ടില്ല എന്ന് പരിഭ്രാന്തിയോടെ അയാൾ വിമലിനെ തേടി വിമൽ താമസിച്ചിരുന്ന ലോഡ്ജിൽ വീണ്ടും എത്തി. ആര്? ഞാൻ പറഞ്ഞ കഥയിലെ പെൺകുട്ടിയെ ജീവന് തുല്യം സ്നേഹിച്ച അവൾ സ്നേഹിച്ച ഒരാൾ. അയാളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ. സഞ്ജനയ്ക്ക് അറിയാം അവളെ. ആ കുട്ടിയുടെ പേര് സുനൈന എന്നാണ്. സഞ്ജനയുടെ അച്ഛനും അമ്മയും ആ മോൾ ഒരുപാട് സ്നേഹിച്ചിരുന്നല്ലേ? പറ ഉസ്മാനെ, നിങ്ങളും സ്നേഹിച്ചിരുന്നില്ലേ സുനൈനെ? പഠിപ്പിച്ച് വലിയ ഡോക്ടറാക്കണമെന്ന് കരുതി വളർത്തിയ നിങ്ങളുടെ സ്വന്തം മകളെ നിഷേധിക്കാൻ ശ്രമിക്കണ്ട. കിരണിന്റെ നേർക്ക് കേസ് തിരിച്ചിടാൻ വേണ്ടി നിങ്ങൾ നന്ദിനി വർമ്മയെ കാണാൻ പോയ രാത്രി മുതൽ എന്റെ ഒരു കണ്ണ് ഉസ്മാന്റെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഉസ്മാനെ, അയാളെ അറിയുമോ നോക്കിയാൻ? ഇയാളാ 2 തവണയും വിമൽ അന്വേഷിച്ച് ലോഡ്ജിൽ വന്നത്. അയാളുടെ ലോറിയിൽ കയറിയാണ് കൃത്യം നടന്ന രാത്രി ഉസ്മാൻ കോയമ്പത്തൂർക്ക് പോയത്. കോയമ്പത്തൂർക്കോ? ഞാനെന്തിനു കോയമ്പത്തൂർക്ക് പോണം? അതാണ് ആ ചോദ്യമാണ് ആദ്യം എന്നെ ഒന്ന് കുഴപ്പിച്ചത്. പക്ഷേ രാജിക്കത്തും പോക്കറ്റിലിട്ട് ഇന്നലെ രാത്രി തൃശൂർ കോയമ്പത്തൂർ റൂട്ടിലിട്ട് ഒരു പിടി പിടിച്ചപ്പോ ആ ചോദ്യത്തിനും ഉത്തരം കിട്ടി. സുനൈൻ എപ്പോ ഉള്ളത് കോയമ്പത്തൂരാ. കൃത്യമായി പറഞ്ഞാൽ സിറ്റി ബോർഡറിലുള്ള സെന്റ് മേരീസ് മെന്റൽ ഹോസ്പിറ്റലിൽ. വിമലിനെ വകവരുത്തിയ ശേഷം കോയമ്പത്തൂരിലെ ഹോസ്പിറ്റലിലെത്തിയ നിങ്ങൾ മകളോടുള്ള കടമ നിർവഹിച്ച സംതൃപ്തിയോടെ അവിടെ മധുരം വിതരണം ചെയ്തു. ഒരു പകൽ മുഴുവൻ മകളോടൊപ്പം ചെലവഴിച്ചു. അതിനും തെളിവുണ്ട് ഉസ്മാനിക്ക. ദാ നോക്ക്. മോളെ,
ഡോക്ടറാകാൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചു വളർന്ന എന്റെ കുഞ്ഞിന്റെ അവസ്ഥ കണ്ടോ സാറുമാരെ? അതെ, എന്റെ മോളെ ഇല്ലാതാക്കിയത് അവനാ, വിമൽ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം. ഒടുവിൽ പടച്ചോൻ കൊണ്ടേ നിർത്തി എന്റെ കൺമുന്നിൽ. എന്റെ മൂത്ത മോളായി തന്നെ ഞാൻ കരുതുന്ന ലീലയെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നതിന് മുമ്പ് അവന്റെ കഥ കഴിക്കണം. പക്ഷേ അവനെ അന്വേഷിച്ച് ലോഡ്ജിലെത്തിയ ഞാൻ അറിഞ്ഞത് അവൻ അവിടുന്ന് നേരത്തെ പുറത്തുപോയി എന്ന വിവരമായിരുന്നു. ഞാൻ വേഗം ലീലയുടെ വീട്ടിലെത്തി, ആരും അറിയാതെ. കൊന്നു ഞാൻ. ഒരു ബാപ്പയും എന്നെ പോലെ ഇനി വേദനിക്കാതിരിക്കാൻ കൊന്നു ഞാൻ. മോളെ ബാപ്പ കൊന്നു. എന്റെ മോളെ ഇങ്ങനെയാക്കിയോനെ ബാപ്പ കൊന്നു. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായതുകൊണ്ട് നിങ്ങൾക്ക് ഇയാളെ കസ്റ്റഡിയിലെടുക്കാം മാഡം. ശിക്ഷ അറിയിക്കുന്ന ഈ കൊടും ക്രിമിനൽ കൂട്ടത്തിൽ ഈ പാവം ബാപ്പയെ ഇങ്ങനെ കൊണ്ടു നിർത്തേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഉസ്മാനിക്ക, മോളെ ഓർത്ത് ഉസ്മാനിക്ക വിഷമിക്കണ്ട. ഒരു കൂടപ്പറപ്പന്റെ സ്ഥാനത്ത് ഞാനുണ്ട് അവൾക്ക്. മിസ്റ്റർ സത്യനാഥൻ, നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചു. ഒടുവിൽ ആ ബ്ലാക്ക് മാജിക് നടന്നു. നിയമപരമായി ഉസ്മാനെ കസ്റ്റഡിയിലെടുക്കാൻ CBIക്ക് അധികാരമുള്ളൂ എങ്കിലും ഇത് നിങ്ങളുടെ വിജയമാണ്, കേരള പോലീസിന്റെ വിജയം. നിങ്ങളെപ്പോലുള്ള ഓഫീസേഴ്സ് ഈ സംസ്ഥാനത്തെ പോലീസ് ഫോഴ്സിന് തന്നെ മുതൽക്കൂട്ടാണ്. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് എ റോയൽ സല്യൂട്ട് ടു കേരള പോലീസ്.